ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് ആണ്. ഇതിൻ്റെ പേര് സ്പേസ് ആൻഡ് ടൈം എന്നാണ്. സോ ഇതിൻ്റെ ഒരു ചെയിൻ്റെ പേര് SST എന്നാണ്. ഇതൊരു നല്ല പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്മാർട്ട് കോൺട്രാക്ട്സ് അപ്പോൾ ഈ സെഡക്കെ പ്രൂസിനൊക്കെ ഒരു SQL കുറി വെച്ചിട്ട് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. KPIs ഡാഷ്ബോർഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട്. അപ്പോൾ വളരെ നല്ല പ്രൊജക്റ്റാണ്. ഈ വീഡിയോ എന്ന് നിങ്ങളിലേക്ക് എത്തുന്ന അറിയില്ല. ഞാൻ ഇതിനോടൊപ്പം തന്നെ ഒരു 3 ടെസ്റ്റ്നെറ്റിൻ്റെ വീഡിയോ കൂടി ഇതിൻ്റെ എഡിറ്ററിന് അയച്ചു കൊടുക്കുന്നുണ്ട്. എഡിറ്റർ ഒരു പുതിയ ആളാണ്. സോ അതുകൊണ്ട് ഈ വീഡിയോ എപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്താമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ഞാനൊരു കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടോട്ടൽ 50 മില്യൺ ആണ് നമുക്കിതിൻ്റെ ടോട്ടൽ റേസ് ചെയ്തത്, ഫണ്ടിങ് റേസ് ചെയ്തത്. അത്യാവശ്യം നല്ല എമൗണ്ട് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫണ്ടിങ് ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ OKX വെഞ്ചേഴ്സ് ഉണ്ട്, ഹാഷ്കി ക്യാപിറ്റൽ ഉണ്ട്, സാംസങ് നെസ്റ്റ് ഉണ്ട്, അലയൻസ് ഡേവ് ഉണ്ട്. അങ്ങനത്തെ നല്ല നല്ല ആൾക്കാരിലൊക്കെ ഇതിൽ അത്യാവശ്യം നല്ല ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് കൂടെ കാണാൻ പറ്റും. പൊട്ടൻഷ്യൽ എയർ ഡ്രോപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എയർ ഡ്രോപ്പ് കൺഫേംഡ് അല്ല. നിങ്ങൾക്ക് പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പിൻ്റെ എല്ലാത്തിനും പ്രത്യേകത ഉണ്ട്. ടെസ്റ്റ്നെറ്റ് ആയാലും ടെലഗ്രാം ആയാലും എയർ ഡ്രോപ്പ് കിട്ടുന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല. ചില പ്രോജക്റ്റുകളൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യും, പക്ഷേ അതിനുശേഷം എന്ത് ചെയ്യും, അവർ എയർ ഡ്രോപ്പ് തരാതെ പോകുന്നുണ്ട് കാണാം. ചില എയർ ഡ്രോപ്പ് നല്ലോണം ഇൻട്രാക്ട് ചെയ്താലും നമുക്ക് എയർ ഡ്രോപ്പ് വരുമ്പോൾ വളരെ ചെറിയതായിട്ടുള്ള ടോക്കൺ അലോക്കേഷൻ മാത്രം, ചിലപ്പോൾ അവർ ടോക്കണോമിക്സ് അങ്ങനെ തന്നെ മാറ്റിയിട്ട് ചെറിയൊരു എമൗണ്ട് മാത്രം കൊടുക്കുന്ന എയർ ഡ്രോപ്പുകളും കണ്ടിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എല്ലാ ടെസ്റ്റ് നെറ്റ് ചെയ്യുമ്പോഴും കിട്ടുമെന്നുള്ള ശുഭാപ്തി ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ടെസ്റ്റ് നെറ്റ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ സ്റ്റോറി പ്രോട്ടോകോൾ, ചെയിൻ ബേസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇൻട്രാക്ട് ചെയ്യുക. മൂവ്മെൻറ്റ് ഉടൻ തന്നെ ലിസ്റ്റ് ആവുന്നതായിരിക്കും. ആ ലിസ്റ്റ് ആവുന്നതിനൊപ്പം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള സ്റ്റോറി പ്രോട്ടോകോൾ ആയാലും എല്ലാവരും ബാഡ്ജസ് ഒക്കെ മിൻറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സോണിയം എയർ ഡ്രോപ്പ് ആയാലും മാക്സിമം എല്ലാവരും ചെയ്യാനായിട്ട് നോക്കുക. സോണിയം എയർ ഡ്രോപ്പ് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റോറി പ്രോട്ടോകോൾ എയർ ഡ്രോപ്പ് ഏറെക്കുറെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത്യാവശ്യം നല്ലൊരു എയർ ഡ്രോപ്പൊക്കെ തന്നെ കിട്ടാനുള്ള ചാൻസസ് സ്റ്റോറി പ്രോട്ടോകോളിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് എത്തുന്നതിന് മുന്നായിട്ട്, ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അടിച്ചു വേണമെങ്കിൽ കളയാം. അതായത് നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു മെറ്റാമാസ്ക് ആണ് വേണ്ടത്. അപ്പോൾ മൊബൈലിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, മൈസസ് ബ്രൗസർ അല്ലാന്നുണ്ടെങ്കിൽ കിവി ബ്രൗസർ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്യുക. ഏറ്റവും ബെറ്റർ മൈസസ് ആണ്, MISES എന്നാണ് പേര്. അതിനുശേഷം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഏത് എയർ ഡ്രോപ്പ് ചെയ്യാനായാലും നിങ്ങൾക്ക് എന്തൊരു വാലറ്റ് എക്സ്റ്റൻഷൻ വേണം. അപ്പോൾ മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ക്രോം വെബ് സ്റ്റോറിൽ പോയിട്ട് ഇവിടെ മെറ്റാമാസ്ക് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അത് ആഡ് ടു ക്രോം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. എക്സ്റ്റൻഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, അതിൽ ആദ്യം തന്നെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അക്കൗണ്ട് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വാലറ്റ് ഉണ്ടാക്കണം. ആ വാലറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ഫ്രേസ് കീ കിട്ടും. ആ ഫ്രേസ് കീ എന്തായാലും ബാക്കപ്പ് ചെയ്ത് വെക്കുക. അതായത് എവിടെയെങ്കിലും എഴുതി വെക്കുക. ആ ഫ്രേസ് കീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിലേക്കൊരു തിരിച്ചു വരവ് ഇല്ല. ഓക്കെ, അപ്പോൾ ഫ്രേസ് കീ എന്തായാലും എഴുതി വെക്കണം, ഏത് വാലറ്റ് ഉണ്ടാക്കുന്നതെങ്കിലും. അപ്പോൾ നമ്മുടെ വാലറ്റ് ക്രിയേഷൻ കഴിഞ്ഞു. അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ വാലറ്റിലോട്ട് നമുക്ക് ആർബിട്രത്തിൻ്റെ ചെയിൻ കൊണ്ടുവരണം. അത് എന്തിനാണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങളുടെ നിന്നുണ്ടാവില്ല ആർബിട്രത്തിൻ്റെ ചെയിൻ ഉണ്ടാവില്ല, നിങ്ങളുടെ ആകെ എത്തിയതിൻ്റെ ചെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആർബിട്ര ചെയിൻ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ചെയിൻ ലിസ്റ്റ് സൈറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആർബ് എന്ന് സെർച്ച് ചെയ്യുക. അതിന് മുന്നായിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം ആർബിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർബിട്രം ആണെന്ന് കാണാൻ പറ്റും. അത് ആഡ് ടു മെറ്റാമാസ്ക് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ചെയിൻ എന്ത് ചെയ്യും, ആർബിട്രത്തിൻ്റെ ചെയിൻ ഇതിലേക്ക് ആഡ് ആയിക്കോളും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഗാലക്സി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സീലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻട്രാക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഗാലക്സി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എൻഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യണം, OAT എന്ന് പറഞ്ഞ സാധനം ക്ലെയിം ചെയ്യണം. ഈ OAT ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് G എന്ന് പറഞ്ഞ ടോക്കൺ നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ G എന്ന ടോക്കൺ കൊണ്ടുവരാനുള്ള ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും നമുക്ക് മറ്റു മെത്തേഡുണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ, അതായത് വളരെ കുറവ് പൈസ മാത്രം ചിലവഴിച്ചിട്ടുള്ള G ടോക്കൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ G ടോക്കൺ എങ്ങനെ മേടിക്കാമെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഗാലക്സിയിൽ ഇതൊരു അക്കൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഗാലക്സി പോവുക. സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ എന്നിട്ട് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഗാലക്സി പോവുക, ലോഞ്ച് ആപ്പ് എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു സൈറ്റ് അയക്കാൻ വരിക. അവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാ ക്രിയേറ്റ് ചെയ്യണ ഒരു മെയിൽ ID സാധനങ്ങളൊക്കെ വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫൈലിൽ പോയിട്ട് സെറ്റിങ്സ് എടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം എന്ത് ചെയ്യുക, വാലറ്റ് അഡ്രസ്സ് എടുത്തതിന് ശേഷം നിങ്ങളിവിടെ നിങ്ങളുടെ EVM വാലറ്റ്, അതായത് നിങ്ങളുടെ മെറ്റാമാസ്ക് എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്യുക. വേറെ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ മെറ്റാമാസ്ക് കണക്ട് ചെയ്യാൻ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓക്കെ. അതിനുശേഷം കണക്ട് ചെയ്യുന്നത് സോഷ്യൽ അക്കൗണ്ടിലേക്ക് വരിക. ഇവിടെ നിങ്ങളുടെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട്, നിങ്ങളുടെ ഡിസ്കോഡ് അക്കൗണ്ട്, നിങ്ങളുടെ ടെലഗ്രാം അക്കൗണ്ട്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പിൻ ചെയ്ത്, അതായത് ബൈൻഡ് ചെയ്ത് വെക്കുക. ഇത് മസ്റ്റാണ്.
ഗിറ്റ് ഹബ് അക്കൗണ്ട് ആണെങ്കിൽ ഗിറ്റ് ഹബ് അക്കൗണ്ട് ചെയ്യാം. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എന്തായാലും ബൈൻഡ് ചെയ്ത് വെക്കുക. കാരണം ഇതിൽ ടാസ്ക് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ടാണ് വെരിഫൈ ചെയ്യുക. അപ്പോൾ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സോഷ്യൽ അക്കൗണ്ട് സെറ്റിംഗ്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വെരിഫൈ ചെയ്യണം, അതായത് കണക്ട് ചെയ്തിടണം. അതുപോലെ വാലറ്റ് അഡ്രസ്സും കൊണ്ടുവരിക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ എന്ത് ചെയ്തു, ഗാലക്സിയുടെ സെറ്റിംഗ്സ് കംപ്ലീറ്റ് ആയി. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് സീലി ക്വസ്റ്റിലാണ്. അപ്പോൾ സീലി ക്വസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒരു സീലിയുടെ നമ്മൾ ഓൾറെഡി അക്വ പ്രോട്ടോകോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സീലിയിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാവും, അത് യൂസ് ചെയ്താൽ മതി. പുതിയതായിട്ട് വരുന്നതാണ് എന്ത് ചെയ്യുക, നിങ്ങൾ സീലി എന്ന് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു പുതിയ അക്കൗണ്ട് സീലിയിലായാലും ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ടോക്കൺ ആണ് നമുക്കിനി വേണ്ടത്. അപ്പോൾ ജി ടോക്കൺ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു സൈറ്റ് ഉണ്ട്, jumper.exchange എന്നൊരു സൈറ്റ് ഉണ്ട്. നിങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് എതീറിയത്തിനെ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, എതീറിയത്തിനെ ഗ്രാവിറ്റി ചെയിനിലോട്ട് ബ്രിഡ്ജ് ആണ് ചെയ്യുന്നത്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എതീറിയം നെറ്റ്വർക്കിൽ എതീറിയം ബ്ലോക്ക് ചെയിനിലുള്ള ഒരു കോയിനെ മറ്റൊരു ബ്ലോക്ക് ചെയിനുള്ള കോയിനിലേക്ക് മാറ്റിയെടുക്കുന്നു. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രിഡ്ജിങ് എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ, ആദ്യം നിങ്ങൾക്ക് എന്ത് വേണം, എതീറിയം വേണം. അതിനാണ് ഞാനിവിടെ മെറ്റാമാസ്കിൽ ആർബിട്രം ചെയിൻ ആഡ് ചെയ്യാൻ വന്നത്. എന്തുകൊണ്ട് ആർബിട്രം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആർബിട്രം ചെയിനിൽ ആകെ $3 $4 മാത്രം ചിലവുള്ളൂ. ഈ $3 മൊത്തമായിട്ട് പോകാൻ പോകുന്നില്ല നിങ്ങളുടെ. $3 വളരെ ചെറിയ എമൗണ്ട് ആണ്. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജി ടോക്കൺ ഇതിൽ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റ് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ഗാലക്സി ക്വസ്റ്റിൽ വരുന്ന ഏത് ടെസ്റ്റ് നെറ്റിൻ്റെ പ്രൊജക്റ്റിനായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജി ടോക്കൺ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റിനൊന്നും ഒരു ടോക്കണൊന്നും പോയില്ല, വെറും 0.1 0.01 ടോക്കണൊക്കെ പോകുള്ളൂ. വളരെ വർത്താണ് ജി ടോക്കൺ മേടിച്ചിടുന്നത്. ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വലിയൊരു എമൗണ്ട് ആയിട്ട് കണക്കാക്കാതെ ഒരു $3 $4 ജി ടോക്കൺ മേടിച്ചിടാൻ നോക്കുക. അപ്പോൾ ഇത് മേടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈനാൻസിൽ ബൈബിറ്റിലൊക്കെ ജി ടോക്കൺ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജി ടോക്കൺ അവിടെ നിന്ന് മേടിച്ചിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, അവിടെ നിന്ന് മേടിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ജി ടോക്കൺ ജിയുടെ ഗ്രാവിറ്റി ചെയിൻ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈനാൻസിൽ പോയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ USDT അല്ലാന്നുണ്ടെങ്കിൽ എതീറിയം മേടിക്കും. ഞാനിവിടെ മേടിക്കാൻ പോകുന്നത് ബൈനാൻസിൽ USDT കൊടുത്തിട്ട് എന്ത് ചെയ്തു, എതീറിയം മേടിച്ചെടുക്കുക, അല്ലെങ്കിൽ USDT മേടിച്ചിട്ടു. ആ USDTനെ ഞാൻ എന്ത് ചെയ്തു, ആർബിട്രത്തിൻ്റെ ചെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതെങ്ങനെയാണ് ചെയ്യുക, ഞാനിവിടെ മെറ്റാമാസ്ക് തുറക്കുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇവിടെ പോയിട്ട് ഈ ഒരു നിങ്ങൾക്ക് ചെയിൻ കാണാൻ പറ്റും. അവിടെ പോയിട്ട് നിങ്ങളുടെ എതീറിയാണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് ആർബിട്രം 1ലേക്ക് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു അഡ്രസ്സ് കാണാൻ പറ്റും, ആ അഡ്രസ്സ് കോപ്പി ചെയ്യുക. അതിനുശേഷം ബിനാൻസിൽ പോയിട്ട് ഏത് കോയിനാണോ നിങ്ങളുടെ വാലറ്റിൽ പോവുക, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. വാലറ്റിൽ പോവുക. വാലറ്റിൽ പോയതിനു ശേഷം നിങ്ങൾ അവിടെ അസെറ്റ് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ഏത് കോയിനാണ് മേടിച്ചത്, എതീറിയം ആണെങ്കിൽ എതീറിയം, അല്ലെങ്കിൽ USDT ആണെങ്കിൽ USDT, ഏത് കോയിനാ വെച്ചാൽ ആ കോയിൻ എടുക്കുക. എതീറിയം ആണെന്നുണ്ടെങ്കിൽ എതീറിയം കോയിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിഡ്രോ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആ വിഡ്രോ എന്ന് പറഞ്ഞ് കാണുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്ന് കാണാൻ പറ്റും. അതായത് നെറ്റ്വർക്ക് ത്രൂ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചൂസ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന അഡ്രസ്സ് കോപ്പി ചെയ്തില്ലേ, അതവിടെ അടിച്ചൊന്നും കൊടുക്കരുത്. എവിടെന്നെങ്കിലും ടെലഗ്രാം ത്രൂ അയച്ചിട്ട് എങ്ങനെയെങ്കിലും അയച്ചിട്ട് പേസ്റ്റ് ചെയ്യുക. കാരണം ഒരെണ്ണം തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പേസ്റ്റ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് കാണുന്നിടത്ത് ആർബിട്രം 1 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ നെറ്റ്വർക്ക് തെറ്റിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ അയക്കുന്ന എമൗണ്ട് ഒരു സ്ഥലത്തും എത്തില്ല, എവിടെയും എത്താതെ ഈ എമൗണ്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആർബിട്രം 1 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് മസ്റ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ശ്രദ്ധിക്കുക. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സെൻഡ് ചെയ്യുക. അപ്പോൾ ഒരു നിങ്ങൾക്ക് ആകെ ചിലവാകുന്നത് ഗ്യാസ് ഫീസായിട്ട് ചിലപ്പോൾ $0.3 $0.2 ആയിരിക്കും. വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ എമൗണ്ട് സെൻഡ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ഒപ്റ്റിമസോ അല്ലെങ്കിൽ എതീറിയം ചെയിനൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല എമൗണ്ട് സെൻഡ് ചെയ്യേണ്ടി വരും. $17 ഒക്കെ മിനിമം അയക്കേണ്ടി വരും. അതുപോലെ തന്നെ $7 ഗ്യാസ് ഫീ വരും. അതുകൊണ്ടാണ് ഞാൻ ആർബിട്രം തന്നെ ചൂസ് ചെയ്തത്. ആർബിട്രം ചൂസ് ചെയ്ത് നിങ്ങൾക്ക് $4 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയിൻ ത്രൂ അയക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു $4 ഒക്കെ അയച്ചാൽ മതി. $4 അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു, നിങ്ങൾ ഫസ്റ്റ് കൺഫേം ചെയ്യുക. ഇവിടുത്തെ ഓപ്പൺ ചെയ്തതിന് ശേഷം മെറ്റാമാസ്കിൽ ആർബിട്രം ചെയിനിൽ ആ ഡോളർ കാണുന്നു എന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ജി ടോക്കണിലേക്ക് ഈ ഒരു സൈറ്റ് ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റുമല്ലോ. അതിനുശേഷം എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 0.002 ആണ് എടുക്കുന്നത്. അപ്പോൾ 0.001 എന്ന് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും $3 ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 94 ജി ടോക്കൺ ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനാകെ ഗ്യാസ് ഫീസായിട്ട് 0.08 മാത്രമേ ഉള്ളൂ ബ്രിഡ്ജിനായിട്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാനിവിടെ റിവ്യൂ ബ്രിഡ്ജ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തുടക്കം തന്നെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റ് കണക്ട് ചെയ്യണം. അത് ചെയ്യരുത്. മെറ്റാമാസ്കിൻ്റെ വാലറ്റ് ആദ്യം കണക്ട് ചെയ്യണം. അതിനുശേഷം റിവ്യൂ ബ്രിഡ്ജ് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ബ്രിഡ്ജിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. നമ്മളൊരു ഗ്യാസ് ഫീസ് ബില്ലൊക്കെ കാണിക്കുമ്പോൾ മൈൻഡ് ആക്കേണ്ട, വളരെ ചെറിയ എമൗണ്ട് ഗ്യാസ് ഫീസ് ആയിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാലറ്റ് തുറന്നു വരും. അതിനുശേഷം എന്ത് ചെയ്യുക,
ഈ ട്രാൻസാക്ഷൻ കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കുറച്ച് നേരം പിടിച്ച് കഴിഞ്ഞാൽ അതൊരു 5 മിനിറ്റ് പിടിച്ച് എന്ത് പറ്റും, എതീറിയം ചെയിനിൽ നിന്ന് ഗാലക്സിയിലേക്ക് എന്ത് ചെയ്തു, ആ ഒരു ടോക്കൺ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. ഞാൻ അത് ക്യാൻസൽ ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ആ ട്രാൻസാക്ഷൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ജി ടോക്കണിലേക്ക് ഗ്രാവിറ്റി ചെയിനിലേക്ക് ജി ടോക്കൺ എത്തി. ജി ടോക്കൺ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി ഈ മെറ്റാമാസ്ക് വാലറ്റ് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളിവിടെ കണക്ട് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ആ ടോക്കൺ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടോക്കൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗ്രാഫിറ്റി ആൽഫ മെയിനിൽ നിന്ന് എന്ത് ചെയ്യും, ഓൾറെഡി മെറ്റാമാസ്കിലോട്ട് ആഡ് ആയിട്ടുണ്ടാവും. ആ ആഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലായിട്ട് ആഡ് ആയിക്കോളും അത് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെറ്റാമാസ്ക് ഗ്രാവിറ്റി ആൽഫ മെയിനിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മെറ്റാമാസ്കിലോട്ട് ആഡും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. എങ്ങനെയാണ് ഗാലക്സിയുടെ ടോക്കൺ ചെയ്യാനുള്ള സെപ്പറേറ്റ് വീഡിയോ എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗാലക്സി ടോക്കൺ കൊണ്ടു ഇനി നമുക്ക് ടാസ്ക് ചെയ്യാനുള്ളത് അടുത്ത് നമുക്ക് അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഞാൻ ചെയ്ത ടാസ്കുകളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗാലക്സിയിലേക്ക് വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ എക്സ്പ്ലോറേഴ്സിൽ എടുത്തിട്ട് നമ്മളിവിടെ സ്പേസ് ആൻഡ് ടൈം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് ബാക്കി കിടക്കുന്നുണ്ട്, ചെയ്യാനായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ സ്പേസ് ആൻഡ് ടൈം ഇവിടെ സെർച്ച് ചെയ്യാൻ ലിങ്ക് കൊടുക്കാം. സ്പേസ് ആൻഡ് ടൈം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടാസ്ക് 1 ആൻഡ് ടാസ്ക് 2 കാണാൻ പറ്റും. ഞാൻ ഈ ടാസ്ക് 1 സെലക്ട് ചെയ്യാണ്. അതിനുശേഷം എന്ത് ചെയ്തു, ഗാലക്സി ക്വസ്റ്റ് പേജിൽ അപ്പോൾ പോയിട്ട് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, വെറുതെ സിമ്പിൾ ടാസ്കുകളാണ്. ഫോളോ ചെയ്യുക സ്പേസ് ആൻഡ് ടൈം ഓൺ ട്വിറ്റർ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ട്വിറ്റർ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ട്വിറ്റർ അക്കൗണ്ടിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ആ അക്കൗണ്ട് ഫോളോ ചെയ്യുക വരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാനിവിടെ റീഫ്രഷ് കൊടുക്കുന്നു. അതിനാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ഡിസ്കോഡ് അക്കൗണ്ടും എല്ലാം അത് കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത് ഹാവ് ദ കമ്മ്യൂണിറ്റി റോൾ ഇൻ സ്പേസ് ആൻഡ് ടൈം ഡിസ്കോഡ് സെർവറാണ്. ഇത് ഓപ്പൺ ചെയ്യുക. ഞാനിതിൽ എല്ലാ ടാസ്കുകളും ചെയ്ത് കാണിക്കാൻ പോകുള്ളൂ, നല്ല ടൈം എടുക്കും. നിങ്ങൾ റോൾ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരും വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഏതൊക്കെ റോളോട് കിട്ടുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി റോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഗാലക്സി ക്വസ്റ്റിലോട്ട് പോകുന്നു. അതിനുശേഷം ഇവിടെ ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ റീഫ്രഷ് ചെയ്യുന്നു. അപ്പോൾ റീഫ്രഷ് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി റോൾ കിട്ടിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യും, അത് ടിക്ക് ചെയ്ത് കാണാൻ പറ്റും. ഇനി അടുത്ത് ഇവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യാനാണ് നിങ്ങൾ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ ക്വിസ്, ഞാനിവിടെ കുറച്ച് ക്വിസ് ഉണ്ട്. അപ്പോൾ ഈ ക്വിസിൻ്റെ ആൻസറുകളെല്ലാം ക്വിസ് SST ചെയ്യേണ്ട ആൻസറുകളെല്ലാം സ്പേസ് ആൻഡ് ടൈമിൻ്റെ ആൻസറുകളെല്ലാം ഞാൻ എന്ത് ചെയ്യാം, ഞാനിത് ഒരു ലിങ്ക് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിലോ ഞാൻ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം ഈ ടൈം ആകുമ്പോഴേക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു സെപ്പറേറ്റ് ഒരു ഫയലായിട്ട് എങ്ങാനും ഞാൻ എന്ത് ചെയ്യാം, എല്ലാത്തിൻ്റെ ആൻസേഴ്സ് കൊടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, എല്ലാ ക്വസ്റ്റിനും ആൻസേഴ്സും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OIT ക്ലെയിം ചെയ്യണം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും FCFs കാണാൻ പറ്റും. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, ആരാണ് ഫസ്റ്റ് വരുന്നത് അവർക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അതിന് മുന്നായിട്ട് നമുക്ക് സീലി ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സീല് നമുക്ക് ഒരു ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീല് നേരത്തെ പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ലിങ്ക് കൊടുത്ത് ഞാൻ ആ ലിങ്ക് വഴി കയറുക. അപ്പോൾ സ്പേസ് ആൻഡ് ടൈമിൻ്റെ ഇവിടെ കുറേ ടാസ്കുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ടാസ്കുകളും ഓരോന്നും ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മൾ പൈസ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. ഓരോന്നും ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യുക, അതിൽ പറഞ്ഞ ടാസ്കുകൾ വെറുതെ സോഷ്യൽ ടാസ്കുകളാണ്. ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ താഴോട്ട് വരുമ്പോൾ ഫോളോ SST on ഇൻസ്റ്റാഗ്രാം സാധനങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അഡ്വക്കേറ്റ് പ്രോഗ്രാം സാധനങ്ങളൊക്കെ ഫോളോ സ്പേസ് ആൻഡ് ടൈം GitHub നിങ്ങൾക്ക് അക്കൗണ്ടിലുള്ളവർ GitHub അക്കൗണ്ട് ലിങ്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വേറെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, റെപ്പോസിറ്ററൊക്കെ ആഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലെവൽ 6 ലെവൽ 3 ഇതൊക്കെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഓരോ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലെവൽസ് കിട്ടുന്നത്. അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ക്വിസ് ഉണ്ട്. ഈ ക്വിസിൻ്റെ എല്ലാത്തിനും ആൻസേഴ്സ് എന്ത് ചെയ്യാം, ഞാൻ കൊടുക്കുന്നതായിരിക്കും. എല്ലാത്ത ആൻസർ നമുക്ക് എന്ത് ചെയ്യുക, ആ ആൻസേഴ്സ് നേരെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസേഴ്സ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ഇതിൽ സീലി ക്വസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇത് കുറേ നാളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പെട്ടെന്ന് തീരും. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, എല്ലാതും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് മെയിനായിട്ട് ഇവരുടെ സൈറ്റിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവരുടെ ടെസ്റ്റ് നെറ്റ് സൈറ്റിൻ്റെ ലിങ്കാണ് നമ്മൾ കൊടുക്കാം. അതിനുശേഷം ടെസ്റ്റ് നെറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പറ്റും, ഇവിടെ ലോഞ്ച് സ്റ്റുഡിയോ കാണാൻ പറ്റും, കമ്മ്യൂണിറ്റി റിക്വസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യും, നമ്മൾ എന്താണ് നോഡ് ഓപ്പറേറ്റ് ഇൻവെസ്റ്റർ, ന്യൂ കമ്മ്യൂണിറ്റി മെമ്പർ, ഞാനൊരു കമ്മ്യൂണിറ്റി മെമ്പർ അല്ലേ, വെൻ ഡിഡ് യു ഫസ്റ്റ് ഹിയർ അബൌട്ട് എക്സെറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കേട്ടത് നമ്മൾ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് കേട്ടത്. ടെലിഗ്രാം സപ്പോർട്ട് കൈൻഡ്ലി ആഡ് യുവർ നെയിം ഓർ ഏരിയാസ് ഹിയർ. ഞാനിവിടെ ക്രിപ്റ്റോ മങ്ക് എന്ന് കൊടുക്കുകയാണ്. കൈൻഡ്ലി ആഡ് യുവർ നെയിം ആസ് ക്രിപ്റ്റോ മങ്ക് പ്രോ gmail.com. കൈൻഡ്ലി ആഡ് യുവർ ടെലിഗ്രാം നെയിം. ടെലിഗ്രാമിൻ്റെ ID അടിച്ചു നോക്കുന്നത്. ആഡ് യുവർ വാലറ്റ് അഡ്രസ്സ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മെറ്റാമാസ്കിലോട്ട് പോവുക. അതിനുശേഷം എന്ത് ചെയ്യുക, എതീറിയത്തിൻ്റെ ചെയിനിലേക്ക് സ്വിച്ച് ചെയ്യുക. എല്ലാത്തിൻ്റെയും അഡ്രസ്സൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. എതീറിയത്തിൻ്റെ ചെയിനിലേക്ക് സ്വിച്ച് ചെയ്യുക. എവിടെയാണ് തന്നെ എതീറിയം മെയിൻ നെറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ അതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ആ അഡ്രസ്സ് EVM ബേസ്ഡ് വാലറ്റ് അഡ്രസ്സ് കൊടുക്കുന്നു. ആഡ് യുവർ ട്വിറ്റർ യൂസർ നെയിം
monk x കയ്യിൽ ആഡ് ഡിസ്കോഡ് യൂസർ നെയിം ഞാൻ പിന്നെ മറന്നു. എവിടെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സീലി ക്വസ്റ്റിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഈ അക്കൗണ്ട് സെറ്റിങ്സിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക്ഡ് അക്കൗണ്ട്സ് കാണാൻ പറ്റും. ഈ ലിങ്ക്ഡ് അക്കൗണ്ട്സിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ സാധനങ്ങളും ഇവിടെ കണക്ട് ചെയ്യണം. ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടും ഡിസ്കോഡും എല്ലാം എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതും നെക്സ്റ്റ് അടിക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൽ റെക്കോർഡ് ആവുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളൂ, ഇതിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഫോം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ലോഞ്ച് സ്റ്റുഡിയോ കാണാൻ പറ്റും. ആ ലോഞ്ച് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇൻറ്ററാക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഒരു അക്കൗണ്ട് ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ഇൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ആ സൈൻ ഇനും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു പുതിയ അക്കൗണ്ടിൽ വേണ്ടത്, അപ്പോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. രജിസ്റ്റർ ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. യൂസർ നെയിം ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഒരു യൂണീക്ക് യൂസർ നെയിം ഉണ്ടാക്കുക. മങ്ക് ബ്രോ, ഒരു പാസ്വേഡ് നോക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. യൂസർ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ ട്രൈ ചെയ്ത് നേരത്തെ അടിച്ചു കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നമ്മുടെ ഈ അക്കൗണ്ടിലോട് വന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ അക്കൗണ്ട് സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞാൽ പറ്റും. ഈ വാലറ്റ് നിങ്ങളുടെ ഇവിടെ മെറ്റാമാസ്ക് വാലറ്റ് ഇവിടെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്നും വിടരുത്. നിങ്ങളുടെ എന്തൊക്കെ സോഷ്യൽ അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്യാനുണ്ടോ അതൊക്കെ ലിങ്ക് ചെയ്ത് വയ്ക്കുക. കാരണം ഇതൊക്കെ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യൻ്റെ അവർ എയർ ഡ്രോപ്പ് തരുമ്പോൾ ഇതൊക്കെ ത്രൂ ആയിരിക്കും അവരെന്ത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊക്കെ വളരെ എളുപ്പമാണ്. വെറുതെ സൈൻ ചെയ്ത് വിട്ടാൽ മതി. നിങ്ങൾ കണക്ട് വാലറ്റ് കൊടുത്തെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ മെസ്സേജ് വരും. അപ്പോൾ ആ മെസ്സേജ് എന്ത് ചെയ്യുക, നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാലറ്റ് കണക്റ്റായി. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അപ്ഡേറ്റ് ഇമെയിൽ കൊടുത്തു. പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്താൽ മതി. അപ്പോൾ വാലറ്റ് അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിലോട്ട് വീണ്ടും വരിക. ഇനി ഇവിടെയാണ് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇവിടെ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ആ ഗാലക്സി ക്വസ്റ്റ് ഒക്കെ അതിലൊരു ഡെയിലി ക്വസ്റ്റ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ വൺ ടൈം ആണ്. അപ്പോൾ ഒരു ഒറ്റ പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്താൽ മതി. പുതിയ ഏതെങ്കിലും ക്വസ്റ്റ് വരണമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ബാക്കിയുള്ള ഡെയിലി ക്വസ്റ്റ് എല്ലാ ദിവസം ചെയ്യാൻ നോക്കുക. ബാക്കി സീലി ക്വസ്റ്റ് ആയാലും മറ്റു വൺ ടൈം കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ മാക്സിമം ഈ ഒരു ഇവരെ ഡാഷ്ബോർഡായിട്ട് മാക്സിമം ഇൻട്രാക്ട് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം ഇൻട്രാക്ഷൻ ചിലപ്പോൾ കൂടുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കുള്ള എയർ ഡ്രോപ്പ് ഒക്കെ അവർ നിശ്ചയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കാണാൻ പറ്റും. നമുക്കൊരു കൊറി അടിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഗെറ്റ് ദ നമ്പർ ഓഫ് ബ്ലോക്സ് ക്രിയേറ്റ് ആണ് തിരുവനന്തപുരത്തിൽ റിക്കവർ ചെയ്യാൻ. അതിനുള്ള എന്ത് ചെയ്യും, ഒരു SQL അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പ്രോംപ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള SQL എന്ത് ചെയ്യും, ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ചില സമയത്ത് ഇത് വർക്ക് ആവില്ല, ചില സമയത്ത് സൈറ്റ് ജാം ആയാൽ ചിലപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും. അപ്പോൾ ഞാനിവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സാമ്പിൾസ് കാണാൻ പറ്റും. അപ്പോൾ ഗെറ്റ് ദ നമ്പർ ഓഫ് ഒരു എയുടെ പ്രോംപ്റ്റ് റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എക്സാമ്പിൾസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ക്രിയേറ്റ് സ്കീമ എന്ന് പറഞ്ഞ സാധനം കൊടുക്കുകയാണ്. എളുപ്പമാണ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു കോഡ് അടിക്കാറില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിൾസ് കാണാൻ പറ്റും. അപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സജഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷോ മി 10 ബിഗസ്റ്റ് ട്രാൻസാക്ഷൻ ആണ് പോളിഗൺ യെസ്റ്റർഡേ. അപ്പോൾ ഞാനത് എടുക്കുകയാണ്, സെലക്ട് ചെയ്യുകയാണ്. ശേഷം എന്ത് ഈ റണ്ണ് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. റണ്ണ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു, അതിനുള്ള ഒരു കോഡ് ഇവിടെ വന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിനൊരു കോഡ് കാണാൻ പറ്റും. ആ ഒരു കോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സാമ്പിൾസ് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഒരു വേണ്ടില്ലേ. ഇപ്പോൾ ഞാനിവിടെ റണ്ണ് കൊടുത്തപ്പോൾ ഒരു ഇച്ചിരി ടൈം എടുത്തപ്പോൾ എന്ത് ചെയ്തു, പോളിഗൺ ട്രാൻസാക്ഷൻ്റെ നിങ്ങൾ ഓൾറെഡി ഇതറിയുന്ന ആൾക്കാരാണ്. ഞാനിവിടെ ക്രിയേറ്റ് സ്കീം കൊടുത്താണ് എടുക്കുന്നത് വന്നത്. നിങ്ങൾക്കിവിടെ ഓൾറെഡി SQL ഒക്കെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൾറെഡി മനസ്സിലാവും ഒരു കൊറി എടുത്ത് റൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതെടുത്തതിന് ശേഷം എന്ത് ഞാൻ ഈ കൊറി റൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതുപോലെ എററൊക്കെ വരികയാണെങ്കിൽ പേടിക്കേണ്ട. ചില സമയത്ത് ഇതുപോലെ നമുക്ക് സെർവർ ഡൗൺ ആകുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ മാക്സിമം കുറേ പ്രാവശ്യം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കീപ്പ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും വർക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്യുക, സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് സ്കീം കൊടുക്കാം. നിങ്ങൾക്ക് ഒരു സ്കീം നെയിം കൊടുത്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സാമ്പിൾ എടുക്കുക, ആ പ്രോംപ്റ്റ് റൺ ചെയ്യുക. റൺ ചെയ്ത ശേഷം നമ്മൾ ചെയിൻ ബേസിൽ ചെയ്യണ പോലത്തെ അതേപോലത്തെ ഏറെക്കുറെ അതുപോലത്തെ ടാസ്ക് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ റണ്ണ് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു SQL കൊറി എന്ത് ചെയ്യും, ഇവിടെ ക്രിയേറ്റ് ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഈ അബോട്ട് കൊറി കൊടുക്കരുത്. അബോട്ട് കൊറി കൊടുത്തതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എന്ത് ചെയ്തു, നമുക്ക് ഇവിടെ ക്യാൻസൽ ആണ് ചെയ്യുക. അപ്പോൾ ഇത് ടൈം എടുക്കും റൺ ചെയ്യാനായിട്ട്. കുറച്ച് നേരം വെയിറ്റ് ഇടുക. അപ്പോൾ ഇവിടെ റൺ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, ആ കൊറി റണ്ണിങ്ങിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. SQL അറിയുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ താഴെ റിസൾട്ട് വരുന്നവർ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും.
അപ്പോൾ കുറച്ച് ടൈം എടുക്കും. കാരണം ഇതൊരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെ നിങ്ങളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷീറ്റിന് ഒരു പേര് കൊടുക്കാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ അൺകൗണ്ട് ടൈറ്റിൽ കുറിക്ക് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേരൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഓരോ ഷീറ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇതൊരു ഷീറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അതിനുശേഷം നിങ്ങൾക്ക് പുതിയൊരു ഷീറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്ലസ് അടിച്ചിട്ട് എന്ത് ചെയ്യാം, പുതിയ ഷീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കോഡ് റൺ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അടുത്ത നമുക്ക് ഇവിടെ ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഡാഷ്ബോർഡ് നമുക്ക് കസ്റ്റം ആയിട്ടുള്ള ഡാഷ്ബോർഡ് ആണ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ഫോട്ടോ ഒക്കെ ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ കൊണ്ടിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, കാണിച്ചാൽ ഇവിടെ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോന് ശേഷം എന്താ പറയുക, ഹെഡർ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്മാർട്ട് കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഗെറ്റ് ഡാറ്റ ഫ്രം ചെയിൻ. ഒരു ചെയിനിൽ ഒരു ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ചെയിൻ എടുക്കുക. അപ്പോൾ സെലക്ട് ചെയിൻ എടുത്തു. ഞാനിപ്പോൾ ഒരു എതീറിയം എടുക്കുകയാണ്. അതിനുശേഷം എതീറിയത്തിൽ ഏതെങ്കിലും ഒരു കോയിൻ്റെ അഡ്രസ്സ് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും എളുപ്പത്തിന് അഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കോയിൻ മാർക്കറ്റ് ആപ്പിൽ പോവുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. വീണ്ടും വരുന്നു, ട്രൈ ചെയ്ത് നോക്കാനാണ്. ഏതെങ്കിലും ചെയിനിലുള്ള USDT അഡ്രസ്സ് കൊടുക്കുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഞാൻ നേരത്തെ ഒരു തെറ്റായ കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ എന്താ USDT എടുത്തു. USDT കൊടുത്തത് ഇപ്പം എന്താ പറ്റി, ആ ഒരു ടോക്കണിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ടോക്കൺ എവിടെ നിന്നാണ് വന്നത്, എത്ര ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫുള്ള് ബ്ലോക്ക് ചെയിൻ്റെ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യുന്നെങ്കിൽ നല്ലൊരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് വല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് റീസെൻറ്റ് ഓൺ ചെയ്യേണ്ട ഡാറ്റ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഇതുപോലെ നിങ്ങൾ ഓരോ ക്ലിക്കൊക്കെ ചെയ്യുമ്പോഴും തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻട്രാക്ഷനൊക്കെ എന്ത് ചെയ്യും, ഇതിനുള്ളിൽ സേവ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ആ സേവിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു എയർ ഡ്രോപ്പ് ചിലപ്പോൾ കിട്ടാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾ കൊറിയറിലൊക്കെ വന്നിട്ട് ഈ ഡാറ്റ പുതിയൊരു ഓരോ തരം പുതിയ പുതിയ സാധനങ്ങളൊക്കെ പുതിയ ട്രൈ ചെയ്യുക. ഇങ്ങോട്ട് നോക്കുക, ഒരുപാട് എന്ത് ചെയ്യുക, ഇവിടെ റൺ ചെയ്യുക. റൺ ചെയ്യുന്ന അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ഇതിലുള്ള നിങ്ങൾക്ക് ഒന്നും പോകാനില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും. അതൊക്കെ ആവണമെങ്കിൽ അതിനുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നവരെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ എയർ ഡ്രോപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കുറച്ച് ലെങ്തി ആയെന്ന് അറിയാൻ വീഡിയോ, അതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നതാണ്, കുറച്ച് ലെങ്തി ആവുന്നത്. എല്ലാവരും ചിലപ്പോൾ മുന്നുള്ള ടെസ്റ്റിനായിട്ട് നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇതൊരു കുറേ ആൾക്കാർ പുതിയ ടെസ്റ്റിനായിട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ടെസ്റ്റിൻ്റെ വീഡിയോയിലും നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും ചെയ്യാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നാൽ മതി. അവിടെ നമുക്ക് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാൻ നോക്കാം. അവിടെ അഡ്മിൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരായിട്ട് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. ഇനി കുറച്ച് അഡ്മിൻസ് കൂടെ അഡീഷണൽ വരുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇതുപോലെ ടെസ്റ്റ് നെറ്റിൽ ചെയ്യുന്ന അഡ്മിൻസാണ്. അപ്പോൾ അവർ കൂടി നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ചോദിച്ചാൽ മതി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ. ഡിസ്കോഡ് നമുക്ക് പതിയെ തുറക്കാം. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പതുക്കെ വിടുന്നതായിരിക്കും. മാക്സിമം എല്ലാം ചെയ്യാൻ നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.